സിനിമയിലെ സദാചാര നിയമങ്ങളൊക്കെ വ്യത്യസ്തമാണ്. സിനിമ അങ്ങനെ ഒരു പ്രത്യേക ലോകമാണ്. പക്ഷെ ആ സിനിമാ ലോകത്ത് ഇത്രയും വർഷം നിന്നിട്ടും പൂർണ്ണമായിട്ടൊരു സന്മാർഗത്തിന്റെ മാർഗത്തിൽ ചരിച്ചു എന്ന് പറയുന്ന ഒരാളായിട്ടാണ് കുറ്റം പറയേണ്ട കാര്യമില്ല. സിനിമയിലാകുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു മേഖലയായതുകൊണ്ട് കുറെ ആളുകൾ സൂക്ഷിച്ചായിരിക്കും സിനിമയിൽ ഈ പറയുന്ന ജീവിതം കൊണ്ടുപോകുന്നു. പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞത് മമ്മൂട്ടിയെ പറ്റി അങ്ങനെ സിനിമാ ലോകത്തെ പറ്റി പൊതുവായിട്ടുള്ള അർത്ഥത്തിൽ പോലും മമ്മൂട്ടിയെ പറ്റി അങ്ങനെ ഒരു ഇത് പറഞ്ഞ് കേൾക്കുന്നില്ല. എങ്ങനെയാണ് അതിന് പ്രത്യേകമായിട്ട് കാര്യങ്ങളൊന്നുമില്ല. അതിനങ്ങനെ ഒരു കാരണമൊന്നും ഞാൻ കണ്ടെത്തിയിട്ടില്ല. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഈ പ്രലോഭനങ്ങളിൽ നിന്ന് ഉൾപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായ ശ്രമം ഉണ്ടായിരുന്നു. പ്രലോഭനങ്ങൾ സിനിമയിൽ മാത്രമൊന്നുമില്ല, വേറെ അല്ല. അത് സിനിമയ്ക്കൊരു സദാചാരം, പുറത്ത് സദാചാരം എന്നല്ല. സിനിമ എല്ലാവരും ശ്രദ്ധിക്കുന്നതായതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ പ്രത്യേകമായി അറിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, പക്ഷെ ഒരു നായകൻ പിന്നെ നടൻ എന്നുള്ള നിലയില് അങ്ങനെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ. എല്ലാ രംഗത്തും ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഈ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരല്ല, ഏതെല്ലാം രംഗത്ത് പല ഈ എന്നെപ്പോലെ ആൾക്കാർ പറയും കാണും, അല്ലാത്തവരും കാണും. അതൊരു കാരണം. പക്ഷെ സിനിമയിൽ മഹാത്മയായിട്ട് ഞാൻ പറയുന്നു. അതെ, സിനിമയിലെങ്കിലും ചൂഷണം നടക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ പല വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് കാസ്റ്റിംഗ് കൗച്ച് എന്നൊക്കെ പറയുന്നത് പണ്ട് മുതലേ ഉള്ള ഒരു വിവാദം. കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമ്മള് ഒരു സിനിമയുടെ ചർച്ചാവേളകളിൽ പ്രധാനമായിട്ടുണ്ടാകുന്ന അതിന്റെ സംവിധായകൻ, അതിന്റെ റൈറ്റർ, പ്രൊഡ്യൂസർ, മെയിൻ ആക്ടർ, കാരണം ഇതൊരു കഥ, ഈ ആളുകളെ ആശ്രയിച്ചിട്ടാണ് ഈ സിനിമയുടെ വളർച്ചയും. ഈ സിനിമ പ്രധാനമായിട്ട് ഗുണവും ദോഷവും ഉണ്ടാക്കുന്ന ഇവരായതുകൊണ്ട് ആദ്യം തുടങ്ങുന്ന ചർച്ചകൾ ഇവരൊക്കെ ഉണ്ടാവും. അപ്പൊ കഥാ ചർച്ചകളിൽ ആരൊക്കെ വേണം, എങ്ങനെയുള്ള, അപ്പൊ ഈ വേഷന് ഇയാൾ പറ്റുമോ, അയാൾക്ക് എങ്ങനെ ചെറിയ ഗുണമുണ്ട് വേണം, അങ്ങനെ നോക്കാം. അതല്ലാതെ ഈ ചൂഷണമോ അല്ലെങ്കിൽ സ്ഥാപിതമായ താല്പര്യങ്ങളോ ഒന്നും ഇതിനകത്ത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ചില താല്പര്യങ്ങൾ നമ്മൾ വരുന്നത് ഒരാൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അയാൾക്കിപ്പോ ഈ ആളെക്കാളും ആവശ്യം അയാൾക്കാണെങ്കിൽ, ഞാൻ മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുള്ള അയാൾ ചിലപ്പോൾ ഇയാളെക്കാളും കുറച്ച് താഴ്ന്ന അത്രത്തോളം ക്വാളിറ്റി ഇല്ലാത്ത ഒരു ആക്ടർ ആണെങ്കിൽ പോലും ഇയാൾക്കാണ് ബുദ്ധിമുട്ട്. അതൊരു മാനുഷിക വശം മാത്രം, അതല്ലാതെ വേറെ ഒന്നും. ഹിന്ദി സിനിമയിലൊക്കെ ചെന്നപ്പോഴേ ഇപ്പൊ മലയാളിയുടെ ഒരു ആത്മഗൗരവം അല്ലെങ്കിൽ തെക്കേന്ത്യക്കാരന്റെ ഒരു ആത്മഗൗരവം ഏറ്റവും ഉയർത്തിപ്പിടിച്ച ഒരാളാണ് മമ്മൂട്ടി. കാരണം കഴിഞ്ഞ ദിവസം ഒരു ദേശീയ ചാനലിന്റെ അഭിമുഖത്തിന് ഞാൻ കണ്ടു, മുണ്ട് മടക്കി കുത്തിയാണ് നടന്നത്. അത് ഒരു പക്ഷേ എന്തിന്റെങ്കിലും പ്രഖ്യാപനമായിരുന്നു അത്? അങ്ങനെയൊന്നുമില്ലെന്നേ. അതങ്ങനെ പറയാൻ ഒക്കില്ല. കാരണം ഞാൻ അപ്പൊ നിന്നും ഒരു മുണ്ട് ഷർട്ട് ഇടാൻ എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് കുറച്ചുകൂടെ നടക്കാൻ സൗകര്യം. എന്റെ വീട്, ഞാൻ താമസിക്കുന്ന ഒരു വാടക വീടിന്റെ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ഞാൻ താമസിക്കുന്നത്. അപ്പൊ അതിന്റെ വരാന്തി കൂടെ നടക്കാൻ, റോട്ടിൽ കൂടെ നടക്കാനൊക്കെ സൗകര്യം. അപ്പൊ ഞാൻ മുണ്ട് കൊടുത്താണ് നടന്നത്. വന്ന ആളുകൾ പലരും മലയാളികളാണ്. ചോദിച്ച ആള് മാത്രം മലയാളിയല്ലെന്നേ ഉള്ളൂ. കൂടെ വന്ന ആൾക്കാരൊക്കെ ഞാൻ രാവിലെ ഒരു മുണ്ട് കൊടുത്തങ്ങ് ഇറങ്ങിയെന്നുള്ളൂ. അത് മുണ്ടുമടക്കുത്ത് ഞാൻ അറിയാതെ അത് പക്ഷെ ഒരു അപമര്യാദയാണ് വേണമെങ്കിൽ മുണ്ടുമടക്കുത്തല്ലേ അങ്ങനെ ആലോചിച്ചത്. അഹങ്കരിക്കുമെങ്കിൽ. പക്ഷെ അവരെപ്പോഴും ഹിന്ദി സിനിമ എന്ന് പറയുമ്പോൾ തെക്കേ ഇന്ത്യൻ സിനിമ എന്തോ താഴ്ന്ന ഒരു തെക്കേ ഇന്ത്യൻ സിനിമയെ കൂടുതലാക്കുന്നത് തെക്കേ ഇന്ത്യക്കാർ തന്നെ. അവിടുത്തെ അതായത് വടക്കേ ഇന്ത്യയിലുള്ള തെക്കേ ഇന്ത്യക്കാരാണോ? ആവാം. നമുക്ക് നമ്മുടേതായ കുറച്ചുകൂടെ നമ്മുടെ സിനിമകളെ പറ്റി നമുക്ക് കുറച്ചുകൂടെ നല്ല കാര്യങ്ങൾ പറയാം. ഒരല്പം ചെറിയ കുറ്റങ്ങളും കുറവുണ്ടെങ്കിൽ നമ്മുടെ സിനിമയെ നമുക്ക് ഉയർത്തിപ്പിടിക്കാവുന്നുള്ളൂ. ഇപ്പൊ മറ്റേ അത് കുറച്ച് പോരെന്നുള്ള അഭിപ്രായക്കാർ. പക്ഷെ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? കാരണം ഹിന്ദി സിനിമയിലൊക്കെ നമ്മുടെ കലാകാരന്മാര്, പ്രത്യേകിച്ചും സിനിമോട്ടോഗ്രാഫിയിലൊക്കെ നമ്മുടെ കലാകാരന്മാർ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. അവർ അംഗീകരിക്കുന്നുണ്ടോ? അത് അവരെ ആവശ്യപ്പെട്ട് അവർ ചെയ്യുന്നത്. അവർക്ക് ഈ ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട്, ആർട്ടിസ്റ്റിനൊന്നും ആവശ്യമില്ല. അതിപ്പോ ഹിന്ദി സിനിമയെ സംബന്ധിച്ച് ഇപ്പൊ ലോകത്ത്, ഇപ്പൊ അമേരിക്കയിലെടുക്കാം ഞാനൊരു ഉദാഹരണം. നമുക്ക് അവർ പറയുന്ന ബാരിയർ ലാംഗ്വേജ് ആണ്. ഇപ്പോ അമേരിക്കൻ ഐക്യനാടുകളിൽ 50 സ്റ്റേറ്റുകൾ. ഈ 50 സ്റ്റേറ്റുകളിലും 50 തരത്തിലാണ് ഇംഗ്ലീഷ് പറയുന്നത്. അല്ലേ? ഇന്ത്യയിലെ ഈ എല്ലാ സംസ്ഥാനങ്ങളിലും ഹിന്ദി പറയാൻ കഴിയുന്ന ആളുകളുണ്ട്. പക്ഷെ ഓരോരുത്തർക്കും അവരുടെ വെർനാക്കുലർ, അതായത് അവരുടെ പ്രാദേശിക ഭാഷയുടെ സ്വാധീനം എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പൊ ഈ ബോംബെക്കാരൻ പറഞ്ഞാലും ഉണ്ടാവും, പഞ്ചാബി പറഞ്ഞാലും ഉണ്ടാവും, യുപിക്കാരൻ പറഞ്ഞാലും ഉണ്ടാവും, മഹാരാഷ്ട്രക്കാരൻ പറഞ്ഞാലും ഉണ്ടാവും, കാശ്മീരി പറഞ്ഞാലും ഉണ്ടാവും, ഒറീസക്കാരൻ പറഞ്ഞാലും ഉണ്ടാവും, തമിഴ്നാട്ടുകാരൻ ഹിന്ദി പറഞ്ഞാലും അവരുടെ പ്രാദേശിക ഭാഷയുടെ സ്വാധീനം ഉണ്ടാവും. ഇവരെല്ലാവരും ഇംഗ്ലീഷ് പറഞ്ഞിട്ട് നമുക്ക് ചിരി വരും. നമ്മൾ പറയുന്ന ഒന്ന്, അവർ പറയുന്ന ഒന്ന്, എന്നിട്ട് അവർ പറയുന്ന മഹത്വം അവർ പറയുകയും ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ട് അത് അംഗീകരിച്ചുകൊണ്ടാണ് ലോകത്തെ എല്ലാ സിനിമകളും നിൽക്കുക. ഇപ്പൊ ഇംഗ്ലീഷിനെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോ ബ്രിട്ടനിൽ എത്ര ഇംഗ്ലീഷുണ്ട്? ക്വീൻസ് ഇംഗ്ലീഷ്, കിങ്സ് ഇംഗ്ലീഷ്, സ്കോട്ട് ഇംഗ്ലീഷ്, ഐറിഷ് ഇംഗ്ലീഷ്, ഇതെല്ലാം കൂടെ ഓസ്ട്രേലിയൻ ഇംഗ്ലീഷില്ലേ. ഇപ്പൊ ഇംഗ്ലീഷ് തന്നെ ലോകത്തെ എന്തെല്ലാം തരത്തിലാണ് സംസാരിക്കുന്നത്. ഹിന്ദി മാത്രം ഒരു തരത്തിൽ സംസാരിക്കാൻ പറ്റും. അങ്ങനെയുണ്ടോ? അതിലേ എനിക്ക് നമ്മൾ പറയുന്ന ഹിന്ദി അംഗീകരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഐ പ്ലേ സൗത്ത് ഇന്ത്യൻ. ഞാൻ സൗത്ത് ഇന്ത്യക്കാരനായിട്ട് അഭിനയിക്കാൻ, ഞാനിപ്പോ കാശ്മീരിയായിട്ട് അഭിനയിക്കുന്നില്ലല്ലോ. ഞാനൊരു സൗത്ത് ഇന്ത്യക്കാരനായിട്ട് ഹിന്ദി സിനിമയിൽ ഇന്ത്യൻ നാഷണൽ ലാംഗ്വേജ് അഭിനയിക്കാൻ എനിക്ക് അവകാശമുണ്ട്. അതിന്റെ പ്രധാനമായ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ആളുകള് അങ്ങോട്ട് ഒതുങ്ങിപ്പോരുകയാണ്. നമുക്ക് അങ്ങോട്ട് വേണ്ട. അതല്ല, നമ്മൾ ഈ ഇന്ത്യൻ നാഷണലാണ്. നമ്മളൊരു സിറ്റിസൺ അല്ലേ? ആ സിറ്റിസൺ ഒരു നാഷണൽ ലാംഗ്വേജിൽ, നാഷണൽ
ഓഡിയന്റെ മുമ്പിൽ മറ്റു ഇന്ത്യയിലെ ഈ പറഞ്ഞ ആൾക്കാരെ പോലെ എല്ലാ അവകാശവും അധികാരമുള്ള ആൾക്കാരെ നമ്മൾ സൗത്ത് ഇന്ത്യൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ചിലപ്പോൾ മമ്മൂട്ടിയെ പോലെ ഒരു നടനെ പോലും ചിലപ്പം വിശേഷിപ്പിക്കുന്നത് അവർ വിശേഷിപ്പിക്കുന്നത് സൗത്ത് ഇന്ത്യയിലെ ഞാനിതുപോലെ ഒരു വലിയ അവാർഡ് ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു, ഐ ബിലോങ് ടു ദ സതേൺ പാർട്ട് ഓഫ് ഇന്ത്യ. സതേൺ പാർട്ട് മീൻസ് ദ മോസ്റ്റ് സതേൺ പാർട്ട്, അത് കേരളം ഇങ്ങനെ അറ്റമാണല്ലോ. ബട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഐ സ്റ്റിൽ ഡോണ്ട് ഫീൽ ദാറ്റ് ഐ ആം എ സൗത്ത് ഇന്ത്യൻ. And I don't feel that you are North Indians. I feel and I think, I believe that I am an Indian. ആ ഒരു ഫീൽ ഉണ്ടാവുന്നില്ല. നമ്മൾ പേരിയോട്ടിസം പറച്ചിൽ മാത്രമേ ഉള്ളൂ. അത് പാകിസ്ഥാനോ ചൈനയോ ഒക്കെ ഇന്ത്യ ആക്രമിക്കാൻ വരുമ്പോഴുള്ളൂ. എല്ലാ സമയത്തൊക്കെ നമ്മൾ കേരളീയനും തമിഴനും ബംഗാളിയും അവരെ ആ തരത്തിൽ ഭാഷയ്ക്കനുസരിച്ച്. സാധാരണ ജീവിതത്തിലാണെങ്കിൽ ഇങ്ങനെ ഡയലോഗ് നന്നായിട്ട് ഡെലിവറി ചെയ്യാനുള്ള കഴിവ് സിനിമയിൽ വലിയ കാര്യമായിട്ട് പ്രയോജനപ്പെട്ടോ? ഇതല്ലേ നമ്മൾ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ എങ്ങനെ പറയും? സത്യമല്ലേ? ഞാനിതൊരു മായം ചേർത്ത് പറയാം, സത്യമാണത്. എനിക്ക് പറയാനുള്ളത് എവിടെയെങ്കിലും ഞാൻ ആരോടെങ്കിലും പറയണ്ടേ? ഇല്ലേ? എനിക്കിപ്പോ ഞാൻ തന്നെ ഒരു മൈക്രോഫോൺ വെച്ച് ഞാൻ തന്നെ ഒറ്റയ്ക്കിരുന്ന് കേൾക്കാം, അല്ലെങ്കിൽ കടലിനോട് സംസാരിക്കാൻ പറ്റുമോ? കേൾക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ. കരയുന്ന കുഞ്ഞിനെ പാലണമെന്ന് പറയാം. നമ്മൾ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ ഒരു ഇതിനെപ്പറ്റി നമ്മൾ പറയുകയും സംസാരിക്കുകയും ചെയ്താൽ മാത്രമേ ഈ വണ്ണസ് ഉണ്ടാവുള്ളൂ. നമുക്കിപ്പോഴും നമ്മുടെ ഈ ഫെഡറൽ ഫീൽ ഉണ്ടല്ലോ. നമുക്ക് ഇത്രയും ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഇന്ത്യ ഒന്നാണെന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴും ആ വണ്ണസ് ഫീൽ ചെയ്യുന്നില്ല. അഖണ്ഡമാണെന്ന് നമ്മൾ പ്രത്യേകിച്ചും സാംസ്കാരിക രംഗത്താണ് ഉണ്ടാവേണ്ടത്. നമ്മുടെ ഓരോ പ്രാദേശികമായ സംസ്കാരങ്ങൾ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ നമ്മള് ഒരുപാട് നമ്മുടെ ഇപ്പൊ ഏൻഷ്യൻ സംസ്കാരം എന്ന് പറയാൻ നല്ല ധൈര്യമായിട്ട് പറയാവുന്ന തമിഴർക്ക് 5000 years ഓഫ് ഹിസ്റ്ററി ഉണ്ട്. നമുക്ക് 500 years ഉള്ളൂ കേരളത്തിന് ഫോർ ദ ലാംഗ്വേജ്, ഇല്ലേ?